യെസ്, വെൽക്കം ബാക്ക് ടു എസ് എസ് സി മലയാളി. സോ കാഡറ്റ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്. നമ്മളെല്ലാവരും എസ് എസ് സി ജി ഡി 2026 എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അബദ്ധങ്ങളൊക്കെ പിണഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു അവസരം എസ് എസ് സി ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുകയാണ്. യെസ്, 3 ദിവസത്തെ ഒരു കറക്ഷൻ വിൻഡോ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുകയാണ്. നമ്മുടെ വ്യക്തിപരമായ വിവരങ്ങളിൽ തുടങ്ങി നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ, സിഗ്നേച്ചർ, നമ്മുടെ പ്രിഫറൻസ്, നമ്മുടെ ലാംഗ്വേജ്, ഇങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളിലും നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ മനസ്സിലാക്കുന്ന നമ്മുടെയൊക്കെ ഭൂരിഭാഗം പേരുടെയും പ്രശ്നങ്ങൾ ഒരുപക്ഷെ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ അല്ലെങ്കിൽ പറഞ്ഞ സിഗ്നേച്ചർ അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അല്ലേ. ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടാൻ പാകത്തിന് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത വിദ്വാന്മാരൊക്കെ ഉണ്ടാവും. ഇപ്പം ഒരു ഇൻസിഡന്റ് ഓർത്തെടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഇതേ സമയം ഒരു ആസ്പിരന്റ്, അവൻ ജിമ്മിനൊക്കെ പോകുന്നതാണ്. ഒരു തവണ ജിമ്മിനൊക്കെ പോയതിന് ശേഷം ഭയങ്കര ധൃതിപ്പെട്ട് അവൻ ആപ്ലിക്കേഷന്റെ പ്രൊസീജിയർ ഒക്കെ പൂർത്തിയാക്കുന്നു, ഫോട്ടോയും സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യുന്നു. പിന്നീട് റിവ്യൂ ചെയ്ത് നോക്കുമ്പോഴാണ് അവൻ ഇട്ട ഫോട്ടോ ഷർട്ട്ലെസ് ആയിരുന്നു. അപ്പൊ അത് ഞാൻ ഭയങ്കര രസമായിട്ട് ഇങ്ങനെ ഓർത്തെടുത്തതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള അബദ്ധങ്ങളൊക്കെ എല്ലാവർക്കും സംഭവിക്കാം, തെറ്റുകൾ പറ്റാം. അപ്പം അത് തിരുത്താനുള്ള ഒരു അവസരമാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം. എന്താണോ നമുക്ക് കറക്ഷൻ ചെയ്യേണ്ടത് അതിനെപ്പറ്റി കൃത്യമായ ഒരു ധാരണയുണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോയിൽ എന്തെങ്കിലുമൊക്കെ ക്രമക്കേടുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങളുടെ മനസ്സിൽ ആ ഫോട്ടോ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പം നിങ്ങൾ ആപ്ലിക്കേഷൻ പൂർത്തിയാക്കുന്നു, ഫോട്ടോ ഒക്കെ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നു. വീണ്ടും റിവ്യൂ ചെയ്യുമ്പോഴാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത സിഗ്നേച്ചറിൽ എന്തോ പ്രശ്നം. വീണ്ടും എഡിറ്റ് ചെയ്യണ്ടേ? ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറ്റും. പക്ഷേ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ എഡിറ്റ് ചെയ്യുന്നതിന് ഒരു നിശ്ചിത തുക നമ്മൾ കൈമാറേണ്ടതുണ്ട്, കൊടുക്കേണ്ടതുണ്ട്. അപ്പം ആദ്യ തവണ എഡിറ്റ് ചെയ്യുമ്പം അതൊരു ചെറിയൊരു തുകയാണെങ്കിൽ രണ്ടാമത് വീണ്ടും എഡിറ്റ് വരുത്തുന്നുണ്ടെങ്കിൽ അത് വലിയൊരു തുകയാണ്. ആ തുകയെപ്പറ്റി നമുക്ക് പറയാം. അപ്പം അത്തരത്തിലുള്ള സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഏതൊക്കെ മേഖലകളിലാണ് കറക്ഷൻ വരുത്തേണ്ടത്, ഇത് മൊത്തം റിവ്യൂ ചെയ്ത് കൃത്യമായിട്ട് മാത്രമേ മുമ്പോട്ടേക്ക് പോകാൻ പാടുള്ളൂ. സോ ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണ് കറക്ഷൻസ് വരുത്താൻ സാധിക്കുക? വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ 10-ാം തീയതി, അതായത് ഇന്ന് ശനിയാഴ്ച മുതൽ 12-ാം തീയതി തിങ്കളാഴ്ച കൃത്യം 11 മണി വരെ ഈ ഒരു ജാലകം ഓപ്പൺ ആയിരിക്കും. നിങ്ങൾക്ക് കറക്ഷൻസ് നടത്താം. അപ്പം അവസാന നിമിഷത്തേക്കൊക്കെ കാര്യങ്ങൾ എപ്പോഴും തള്ളി വെക്കുന്ന ഡെഡ് ലൈൻ ലവേഴ്സിനോടാണ്, ഡോണ്ട്, അരുത്. വളരെ കൃത്യമായി ഉചിതമായ സമയത്ത് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ അല്ലെങ്കിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് നമ്മളെ വലിയ കുഴപ്പത്തിലേക്ക് നയിക്കും. ഇപ്പം നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ അത് ചെയ്തു തീർക്കുക. എങ്ങനെയാണ് കറക്ഷൻസ് വരുത്തുക അതും സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. മറ്റൊന്നുമില്ലടാ, നിങ്ങൾ നേരെ SSCയുടെ വെബ്സൈറ്റിൽ പോവുക. അവിടെ നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക, അതുപോലെ രജിസ്റ്റർ നമ്പർ അടിച്ച് പാസ്വേഡ് കൊടുക്കുക, ക്യാപ്ച ടൈപ്പ് ചെയ്ത് നേരെ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ 3 ടാബ്സ് നിങ്ങൾക്ക് കാണാം. ലൈവ് എക്സാമിനേഷൻസ്, മൈ ആപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് ആപ്ലിക്കേഷൻ ഹിസ്റ്ററി. അപ്പൊ അതിൽ നടുക്കുള്ള മൈ ആപ്ലിക്കേഷൻസ് സെലക്ട് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ അപേക്ഷകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പം ആദ്യമേ തന്നെ SSC GD കാണില്ല. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കൃത്യമായ ഇയർ 2026 സെലക്ട് ചെയ്യുമ്പോൾ നേരെ GD ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആപ്ലിക്കേഷനിൽ കൃത്യമായി ചേഞ്ചസ് വരുത്തുക, പേയ്മെന്റ് നടത്തുക, സേവ് ആൻഡ് സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ. സമാനമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഫോണിലും ചെയ്യാം. ഫോണിലും ആണെങ്കിൽ നിങ്ങൾ നേരെ SSCയുടെ ആപ്പ് എടുക്കുക, ഡാഷ്ബോർഡിൽ പോവുക, മൈ ആപ്ലിക്കേഷനിൽ എടുക്കുക. ഓക്കെ, യെസ്. അപ്പൊ കുറച്ചും കൂടി ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നതും വെബ്സൈറ്റിലാണ് എന്ന കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ ഡീറ്റെയിൽസിലാണ് മാറ്റം വരുത്തേണ്ടതെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പേര്, നിങ്ങളുടെ മാതാപിതാക്കളുടെ പേര്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ ആധാർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, DOB, ഇതിലൊക്കെയാണ് മാറ്റം വരുത്തേണ്ടതെങ്കിൽ നിങ്ങൾ ആദ്യമേ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊസീജിയറിലേക്ക് കടക്കുന്നതിന് മുമ്പേ നേരെ നമ്മുടെ വെബ്സൈറ്റിന്റെ ഡാഷ്ബോർഡിലേക്ക് പോവുക. ഡാഷ്ബോർഡിൽ നിന്ന് നേരെ OTR രജിസ്ട്രേഷൻ അല്ലെങ്കിൽ OTR കറക്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾ യഥാർത്ഥ ആപ്ലിക്കേഷൻ കറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് വരുമ്പം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആയി കിടക്കത്തുള്ളൂ. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ചേഞ്ച്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ചേഞ്ച് വരുത്തണമെങ്കിൽ നേരെ ഡാഷ്ബോർഡിൽ നിന്ന് OTR കറക്ഷനിലേക്ക് പോവുക. അവിടെ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള കറക്ഷൻസ്, ഈ ഫോട്ടോ അല്ലെങ്കിൽ സിഗ്നേച്ചർ പോലുള്ള കറക്ഷൻസിന് വേണ്ടി തിരികെ വരിക കേട്ടോ. യെസ്, ഓക്കെ. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് എഡിറ്റ് ചെയ്യാൻ സാധിക്കുക? ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേരുകൾ, അച്ഛനമ്മമാരുടെ പേരുകൾ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, DOB,
ഇതുപോലുള്ള കാര്യങ്ങൾ, കാറ്റഗറി, ഇതൊക്കെ നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന കോളത്തിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. ലാംഗ്വേജ്, CBT എക്സാമിന് ഏത് ലാംഗ്വേജ് വേണം, ചിലപ്പം ഒരുപക്ഷെ തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ടാകാം. നമ്മൾ പ്രിഫർ ചെയ്ത ലാംഗ്വേജ് ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടാകാം. അതൊക്കെ ശ്രദ്ധിക്കുക, ഇവിടെ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ എക്സാം പ്രിഫറൻസ്, പിന്നെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ. വീണ്ടും തെറ്റുകൾ വരുത്തരുത്. ആ നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി എത്ര KB വേണം, എത്ര ഫയൽ സൈസ് എത്രയാണ്, എങ്ങനെയാണ് അറ്റ്മോസ്ഫിയർ വേണ്ടത്, പുറകിൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് വരേണ്ടത്, ഇതിനൊക്കെ ഒരു കൃത്യമായ നിർദ്ദേശങ്ങളോടെ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾ ഈ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ. ഇനി അതിൽ തെറ്റുകൾ വരുത്താൻ പാടില്ല. ഓക്കെ, യെസ്, ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള കറക്ഷൻസ് വരുത്തുന്നതിന് ചെറിയൊരു എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യത്തെ തവണ നിങ്ങൾ കറക്ഷൻ നടത്തുകയാണെങ്കിൽ 200 രൂപ കൊടുത്താൽ മതി. ഇനി ആദ്യത്തെ തവണ കറക്ഷൻ നടത്തി ഏതെങ്കിലുമൊക്കെ മേഖല വിട്ടുപോയി, വീണ്ടും ഒന്നുകൂടി നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ 500 രൂപ കൊടുക്കേണ്ടി വരും. പിന്നീടുള്ള ഓരോ കറക്ഷൻസ്, ഇപ്പൊ 2 ആയാലും 3 ആയാലും നമ്മൾ എത്ര തന്നെ കൊടുക്കണം? 500 രൂപ തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പൊ അത് നമുക്ക് UPI വഴി ചെയ്യാം, നെറ്റ് ബാങ്കിങ് വഴി ചെയ്യാം, ഡെബിറ്റ് കാർഡ്, അതുപോലുള്ള മാധ്യമങ്ങൾ വഴി ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നോൺ റീഫണ്ടബിൾ ആണ്. ഈ ഒരു തുക അടച്ചാൽ മാത്രമേ നമ്മുടെ കറക്ഷൻസ് വാലിഡ് ആവുകയുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ആദ്യത്തെ ആപ്ലിക്കേഷൻ മാത്രമേ അവർ വാലിഡ് ആയിട്ട് പരിഗണിക്കുകയുള്ളൂ. കറക്ഷൻസ് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ യു നീഡ് ടു കംപ്ലീറ്റ് ദ പേയ്മെന്റ്. ഓക്കെ, യെസ്, ഇത്രയൊക്കെയാണ് ഈ പറഞ്ഞ കറക്ഷൻ വിൻഡോയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് സംസാരിക്കാനുള്ളത്. സോ അതിന്റെ കൂട്ടത്തിൽ തന്നെ വളരെ സ്നേഹത്തോടു കൂടി, വളരെ സീരിയസ് ആയി, സമഗ്രതയോടുകൂടി തന്നെ 2026 എനിക്ക് SSC GD ക്രാക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി SSC മലയാളി ഒരുക്കിയിരിക്കുന്ന വേഗ ക്രാഷ് ബാച്ചിനെ കുറിച്ചുകൂടി 1-2 വാക്ക് പറയട്ടെ. നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചേരുവകളും ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതിപ്പം ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ആകട്ടെ, PDF നോട്ട്സ് ആകട്ടെ, PYQ ബേസ്ഡ് പ്രാക്ടീസ് ആകട്ടെ, ഇതൊക്കെ 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ യൂണിഫോം ജോലി എന്നൊരു സ്വപ്നത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാത്രം അതിനെ കാണുക. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ സ്വപ്നവുമായിട്ടുള്ള ദൂരമൊക്കെ കുറച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വേഗത്തിൽ എത്തിക്കുക എന്നത് മാത്രമാണ് ഈ ഒരു ബാച്ചിന്റെ എയിം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഈ 2 നമ്പറിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതാണ്. വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, കൃത്യമായിട്ട് മുന്നോട്ട് നീങ്ങുക, കൃത്യമായ കറക്ഷൻസ് വരുത്തുക, നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി അത് പാലിക്കുക. ഓക്കെ, സോ താങ്ക് യു.